പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ആദ്യമേ തന്നെ ഒരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. നമ്മളെ വീഡിയോ കാണുന്ന നമ്മളെ വിദേശ മലയാളികളുണ്ട്. അവരെ സംബന്ധിച്ച് വളരെ വിഷമമുള്ളൊരു കാര്യമാണ്. വളരെയധികം കേരളം എന്ന് പറയുന്നത് എന്താ പറയുന്നത്, പ്രത്യേകിച്ച് GCC രാജ്യങ്ങളിലൊക്കെ എത്രയോ ലക്ഷം ആൾക്കാർ നമ്മളെ മലയാളികളുണ്ട്. അവരെല്ലാം ദുരിതം അനുഭവിക്കുമ്പം, അവരെല്ലാം ഭയപ്പാടോടെ കഴിയുമ്പം നമ്മുടെ മനസ്സിലൊരു തീയാണ്, എന്ത് സംഭവിക്കുമെന്നറിയും. അവരെല്ലാം സുഖമായിട്ടിരിക്കട്ടെ. അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് ഈ യുദ്ധം അവസാനിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. എല്ലാവരോടും സ്നേഹം മാത്രം. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമ്മൾ കുറച്ച് ദിവസമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് വിജയ് സംഗീത ദമ്പതികളുടെ വിഷയം. വിജയുടെ ജനനായകൻ എന്ന് പറയുന്ന പടം റിലീസാകുന്നു. റിലീസ് ചെയ്തോ ഒട്ടില്ലതാനും പല പല പ്രശ്നങ്ങൾ കൊണ്ട് മുങ്ങി. അവസാനം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വിജയ് വരുന്നു, അതും പ്രശ്നം. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു തെരഞ്ഞെടുപ്പിലേക്ക് വിജയൻ രാഷ്ട്രീയത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഇതൊക്കെ വളരെ നിസ്സാരമായിട്ട് പരിഹരിക്കാവുന്ന കേസായിരുന്നു. രാഷ്ട്രീയമല്ലേ വിഷയം, എന്തൊക്കെ സംഭവങ്ങളുണ്ടെങ്കിലും അത് വൻ വിഷയമായി മാറും. ഏതായാലും വിജയുടെ ഭാര്യ സംഗീത 25 കൊല്ലത്തിന് ശേഷം തൻ്റെ ദാമ്പത്യത്തിൻ്റെ കാര്യങ്ങളെല്ലാം പുറത്തു പറഞ്ഞുകൊണ്ട് കുടുംബ കോടതി ഹർജി സമർപ്പിച്ചിരിക്കുന്നു കല്യാണം ഒഴിയുന്നതിനെ പറ്റി. അവർക്ക് 2 മക്കളാണുള്ളത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രമുഖ നടിയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നാണ് സംഗീത പറഞ്ഞത്. അത് ഏത് നടിയാണെന്ന് പറഞ്ഞിരുന്നില്ലായിരുന്നു. 2021 ഈ നടിയുമായിട്ടുള്ള ബന്ധത്തിൽ പിടിക്കപ്പെടുകയും ഇനി ഒരിക്കലും അത് ആവർത്തിക്കത്തില്ല എന്ന് വിജയ് സത്യം ചെയ്തതുമായിട്ടാണ് പറയുന്നത്. ഇപ്പോഴും അത് തുടരുന്നതായിട്ടാണ് സംഗീത തൻ്റെ ഹർജിയിൽ പറയുന്നത്. ഏതായാലും അതൊരു വശത്ത് നടക്കുമ്പോൾ പലരും ആരാണ് ആ നടി എന്നറിയാനുള്ള താല്പര്യമുണ്ട്. അത് രഹസ്യമായൊരു പരസ്യമാണ്. ആ നടിയെപ്പറ്റിയും വിജയെപ്പറ്റിയും പലപ്പോഴും പല ന്യൂസുകളും വന്നിട്ടുണ്ട്. എന്നാലും ആ നടിയെപ്പറ്റി എന്തിനും നമ്മൾ ആവശ്യമില്ലാതെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത്. അത് പലരും തൃശ്ശയെ പറ്റിയാണ് പറഞ്ഞത്. ആരെങ്കിലും ഇത് തുറന്നു പറയുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളെ അതിശയിപ്പിക്കുന്നത്. ചിത്ര രാമദൂരി ഗായിക, അവർ തുറന്നു പറയുന്നു തൃശ്ശയെപ്പറ്റി. ചില ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് അവർ നടത്തിയത്. ഞാൻ സത്യം പറഞ്ഞാൽ അമ്പരന്ന് പോയി. തൃഷ എന്ന് പറയുന്നത് ബൈസെക്ഷൽ ആളാണ് എന്നും സ്ത്രീകളോടും പുരുഷന്മാരോടും 2 പേരോടും ഒരേപോലെ താല്പര്യമുള്ള വ്യക്തിയാണ് തൃഷയെന്നും അതിൽ ഏറ്റവും കൂടുതൽ താല്പര്യം കൂടുതലുള്ളത് സ്ത്രീകളോടാണ് എന്നാണ് സുചിത്ര തുറന്നു പറഞ്ഞിരിക്കുന്നത്. വിജയ് ഉള്ളത് തൃഷയുടെ കരവലയത്തിനുള്ളിലാണ്. തൃഷ മുമ്പിലൊരു പാവയെ പോലെയാണ്. നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും, ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും. ആ അവസ്ഥയിലാണ് വിജയുടെ അത് എന്ന് സുചിത്ര തുറന്നടിച്ച് പറയുന്നുണ്ട്. ഇതിൽ തൃഷയുമായിട്ട് ബന്ധപ്പെട്ട് തൃഷയും വിജയും ഒത്തിരി ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. തൃശ്ശയുമായിട്ട് ബന്ധപ്പെട്ട ഈ ന്യൂസ് പെട്ടെന്ന് സ്പ്രെഡാകുകയും തൃശ്ശയുടെ വാട്സപ്പിലായാലും തൃശ്ശയുടെ വീഡിയോയ്ക്ക് താഴെ ആയാലും പലരും കമൻ്റായിട്ടൊക്കെ തൃശ്ശയ്ക്ക് ഒത്തിരി നെഗറ്റീവ് കമൻറ്റ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് സ്ഥിരം പരിപാടിയാണല്ലോ, ആരാധകർ പിന്നെ വെറുതെ വിടത്തില്ല. അങ്ങനെ വിജയെ തൃശ്ശ അൺഫോളോ ചെയ്തു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഇതിനിടയിൽ വിജയുടെ മകൻ വിജയെ അൺഫോളോ ചെയ്തു എന്ന് പറയപ്പെടുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും തമിഴ്നാട് കലുഷിതമാണ്. വിജയുടെ രാഷ്ട്രീയ പ്രവേശനം തന്നെയാണ് ഇതിൻ്റെ ഒരു കാരണമായിട്ട് മാറുന്നത്. തെരഞ്ഞെടുപ്പ് അടുക്കുന്നു. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇതൊക്കെ ഈ ആയക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് പറയുന്ന രീതിയിൽ ശമിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ വിജയിച്ച് മുഖ്യമന്ത്രി ആകുകയാണെങ്കിലും അതും ശമിക്കും. വിജയിന് തോറ്റുപോയാലും അതും അതുകൊണ്ട് തീരും. അത് നമ്മൾ രാഷ്ട്രീയത്തിലെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ കേരളത്തിലും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, പല പല പ്രശ്നങ്ങൾ ഉയർന്നു വരും. അതൊക്കെ വലിയ ഹൈപ്പിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് വിഷയമായതുകൊണ്ടാണ്. ഞാൻ പക്ഷേ കുടുംബ പ്രശ്നം, സംഗീതയും വിജയും തമ്മിലുള്ള കുടുംബ പ്രശ്നം
എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിനെ സംബന്ധിച്ച് വലിയ പ്രശ്നമായിട്ട് വരുന്നില്ല. തമിഴ്നാട്ടിലെ രാഷ്ട്രീയക്കാരെ മൊത്തം എടുത്തു കഴിഞ്ഞാൽ അവരും 2ഉം 3ഉം വിവാഹം കഴിച്ചവരും എന്താ പറയുക ചിന്ന വീടൊക്കെ ഉള്ളവരാണ്. അതൊന്നും അവിടുത്തെ രാഷ്ട്രീയത്തിൽ വലിയ പ്രശ്നമൊന്നുമില്ല. രാഷ്ട്രീയക്കാരൻ ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ ജനങ്ങളുടെ പ്രശ്നത്തിൽ എങ്ങനെ കൈകാര്യം ചെയ്യുന്നതിനെ ആശ്രയിച്ചാണ് അവിടുത്തെ രാഷ്ട്രീയം മുന്നേറുന്നത്. പിന്നെ സംഗീത ഗുരുതരമായ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഇപ്പം നടി സുചിത്ര തൃഷയെ പറ്റിയുള്ള ആരോപണം ഉന്നയിക്കുന്നു. എല്ലാം കൊണ്ടും കലങ്ങി തെളിഞ്ഞിരിക്കുന്നു. ഒരു തമിഴ് സിനിമ കാണുന്നത് പോലെ സംഘടനകളും ഒക്കെ നിറഞ്ഞ ക്ലൈമാക്സിലേക്കാണ് ചിത്രം എത്തുന്നത്. നമുക്ക് കാത്തിരിക്കാം. എനിക്ക് തോന്നുന്നു ക്ലൈമാക്സ് എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ തിരഞ്ഞെടുപ്പ് തന്നെയാണ്. ആ ക്ലൈമാക്സിൽ എന്ത് നേടും? എല്ലാ ചിത്രങ്ങളിലെ പോലെ തന്നെ വിജയ് നായകനായി അവിടെ മിന്നിക്കുടി മാറിക്കുമോ എന്നറിയാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അതോ സ്റ്റാലിനാണോ മിന്നിക്കുടി മാറിക്കുന്നത്? അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്താം. ഓക്കെ.